ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കലൂരിൽ ഞാൻ ബസ്സിനാണ് വീട് വരെ എത്തുക കേട്ടോ. കലൂർ വരെ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ക്യാബുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഫോർട്ടുച്ചി ബസ്സിലാണ് കയറുക. പിന്നെ സാധാരണ അങ്ങനെയാണ് കിട്ടാറ്. പിന്നെ പാരി ജംഗ്ഷനിൽ വന്ന് ഇറങ്ങും. അവിടെ നിന്ന് ഏട്ടൻ എന്നെ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് സൗത്തൊക്കെ എത്തുമ്പോൾ ഞാൻ ഏട്ടനെ വിളിക്കും, ഞാൻ ഇന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഏട്ടൻ അതനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കും. ഇതാണ് എല്ലാ ദിവസവും ഉള്ള ഒരു ചടങ്ങെന്ന് പറഞ്ഞാൽ. പക്ഷേ എന്താ പറയുക, ഇന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ മൊബൈൽ നോക്കിയില്ല കേട്ടോ. എടുത്ത് മൊബൈൽ ഓഫായി കിടക്കുമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ സൗത്ത് കഴിഞ്ഞ് ഞാൻ ഏട്ടനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴാണ് കേട്ടോ മൊബൈൽ ഓഫാണെന്ന് അറിഞ്ഞത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, ദൈവമേ, ഇനി ഓട്ടോ ഉണ്ടാവും. എന്നാലും ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഓട്ടോ പിടിച്ച് വരുമ്പോൾ ഇദ്ദേഹം എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണം. എന്നെ കണ്ടില്ല. ഞാൻ വണ്ടിയിലിരുന്ന് കൈ കാണിച്ചു, പക്ഷേ ഏട്ടൻ കണ്ടില്ല. പിന്നെ ഞാൻ ഓട്ടോ തിരിച്ച് അങ്ങോട്ട് ചെന്നു. കാരണം ഏട്ടൻ ഫോൺ എടുക്കാറില്ല പോകുമ്പോൾ. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആലോചിക്കുവാണ്, ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം മൊബൈൽ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ അങ്ങനെ ഞാനൊരു 10 മിനിറ്റ്സ് അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി വരത്തില്ല, ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും എന്ന് ഓർത്തിട്ട് ഞാൻ ഓട്ടോയ്ക്ക് വന്നു. അതുപോലെ തന്നെ പകുതി എത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏട്ടൻ വരുന്നു. എന്നിട്ട് പിന്നെ ഭാഗ്യത്തിന് ഞാൻ ഓട്ടോയിൽ നിന്ന് കൈ കാണിച്ചപ്പോൾ ഏട്ടൻ എന്നെ കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞു പുറകെ പോന്നോന്ന് പറഞ്ഞു. കാരണം എനിക്ക് വയ്യ ഇനി വണ്ടി അവിടെ നിർത്തി ഇറങ്ങാൻ. എന്തായാലും ഇനി ആ പുള്ളിയുടെ ആദ്യത്തെ ഓട്ടമൊക്കെ ആണോ എന്ന് നമുക്കറിയത്തില്ല. കന്നി ഓട്ടം ഓരോ ദിവസം ഉണ്ടല്ലോ. ഞാനായിട്ടത് ക്യാൻസൽ ചെയ്ത്. അപ്പം ഞാൻ ഓർത്തു അങ്ങോട്ട് പോട്ടെ എന്ന് ഓർത്തു. അങ്ങനെ വന്ന് നമ്മുടെ കൊച്ചമ്പലത്തിൻ്റെ അവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷം ഇതാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ, ഒരു കാരമലൈസ്ഡ് ടീ ആണ്. കാരമലൈസ്ഡ് കാർഡമൻ ജിഞ്ചർ ടീ. അടിപൊളിയാണ്, കാണിച്ചു തരാം. പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു 4 ഗ്ലാസ് ചായക്കുള്ളതുണ്ട് കേട്ടോ. പഞ്ചസാര ഉരുകി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ കാരമലൈസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാലും വെള്ളവും ഒക്കെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാലും വെള്ളവും ഒക്കെ ചേർക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു 4 ഗ്ലാസിൻ്റെ പാലുണ്ട് കൊടുത്തു. പിന്നെ നമ്മളിതാ നമ്മുടെ ഏലക്കയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് തിളക്കട്ടെ, എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ വരത്തുള്ളൂ. അപ്പോൾ ഇതാ നല്ല കടുപ്പൊക്കെ ഇറങ്ങി നല്ലൊരു മണോ, ഏലക്കയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് ചായ കുടിക്കാം കേട്ടോ. കാരമലൈസ്ഡ് കാർഡമൻ ജിഞ്ചർ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.